സാറേ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു. ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു. അപ്പോൾ ചിലരുടെ കണക്കുകൂട്ടലുകൾ പാളി, മറ്റ് ചിലരുടെ കണക്കുകൂട്ടലിൽ കൃത്യമാണ്. അൻവറിൻ്റെ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങി. ഇതൊക്കെയാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫലം CPM-ൻ്റെ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണല്ലോ. അതെ. ഈ CPM-ൻ്റെ കോട്ടകൾ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ പാർട്ടി വോട്ടുകൾ തന്നെ പാർട്ടിക്ക് കിട്ടാതെ പോകുന്നു. അത് പിന്നീട് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് അവലോകനത്തിലും കണ്ടതാണല്ലോ. പല സ്ഥലത്തും സഖാക്കൾ തന്നെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ പാർട്ടിയുടെ ചുവട്ടിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകുന്ന മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ കണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലമ്പൂരിൽ ഒരു കാലത്തും പാർട്ടിക്ക് 44-45% നിന്ന് വോട്ട് കുറഞ്ഞിട്ടില്ലായിരുന്നു. ഇത്തവണ അതിൽ നിന്ന് കീഴ്പോട്ട് പോയി. പിന്നെ പാർട്ടിക്ക് 17,000 വോട്ട്, 16,000-നും 17,000-നും ഇടയ്ക്ക് വോട്ട് LDF-ൻ്റെ കുറഞ്ഞിട്ടുണ്ട്. UDF-ന് കുറഞ്ഞിരിക്കുന്നത് 790 വോട്ട് മാത്രമാണ്. BJP-ക്ക് 68-70 വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ കിട്ടി എന്ന് BJP-യുടെ അവകാശവാദമുണ്ട്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ കാലത്ത് നിലമ്പൂർ 17,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഈ 8,500 എന്ന് പറയുമ്പോൾ പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട് BJP-യുടെ. അപ്പം BJP-യുടെ വോട്ട് 17,000 എടുക്കുകയാണെങ്കിൽ ക്രോസ് വോട്ട് ചിലപ്പോൾ സംഭവിച്ചു എന്ന് ആരോപിക്കാം. ആർക്ക്? ഈ CPM-നൊക്കെ. CPM-ന് ന്യായം പറയുമ്പോഴൊക്കെ ആരോപിക്കാം. പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ കുറച്ച് വോട്ട് BJP-ക്ക് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് ചേലക്കരയിൽ അവരുടെ സീറ്റ് നിലനിർത്തി UDF കോൺഗ്രസിന്റെ. പക്ഷെ അവിടെ വോട്ട് കുറച്ചല്ലോ UDF പോയിട്ട്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഈ ഇരട്ടി കണ്ട് വർദ്ധിക്കുകയാണ് ചെയ്തത്. തൃക്കാക്കരയിൽ ഉമാ തോമസിന് PT തോമസിന് കിട്ടിയതിനേക്കാൾ ഇരട്ടി വോട്ട് കിട്ടി. പുതുപ്പള്ളിയിൽ 4-5 ഇരട്ടി കൂടുതൽ കിട്ടി ഉമ്മൻചാണ്ടിക്ക് കിട്ടിയതിനേക്കാൾ, അല്ലേ? പാലക്കാട് 4 ഇരട്ടി കൂടി. ഈ മറ്റേ ഇയാൾക്ക് കിട്ടിയതിനേക്കാൾ 4 ഇരട്ടി കൂടി. ഇത്തവണ 5 ഇരട്ടി വന്നു. കഴിഞ്ഞ തവണ 2,500 വോട്ടിനല്ലേ ജയിച്ചിട്ടുള്ളൂ, അല്ലേ? 2,700 വോട്ടിന് 5 ഇരട്ടിയായി കൂടി. അപ്പൊ ഇത് ഇരട്ടിയായിട്ടാണ് ഈ 4 ഉപതെരഞ്ഞെടുപ്പുകളിൽ 3 സീറ്റിൽ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തു. UDF സീറ്റ് നിലനിർത്തി എന്ന് പറഞ്ഞാൽ ഇത് LDF-ന്റെ നിന്ന് പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലല്ല പിടിച്ചെടുത്തിരിക്കുന്നത്. സ്വരാജ് ജനിച്ച സ്ഥലത്ത്, അല്ലേ? പഠിച്ച സ്ഥലത്ത്, സ്വന്തം സ്ഥലത്ത്, സ്വന്തം ബൂത്തില് തോറ്റുപോയി. പണ്ട് ONV കുറുപ്പ് ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് തിരുവനന്തപുരത്ത് മത്സരിച്ചിരുന്നു. സ്വന്തം വാർഡില്ലേ, അവിടെ പുള്ളി ജയിച്ചില്ല. ഇടത് സ്ഥാനാർത്ഥിയല്ലേ അദ്ദേഹം. ഈ എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരാളാണല്ലോ. സ്വരാജും ആ കൂട്ടത്തിൽ പെടുന്നാണല്ലോ സാഹിത്യകാരന്മാർ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ONV ഓർമ്മിച്ചതാണ്. ഇതാണ് എഴുത്തുകാരുടെ ജനസ്വാധീനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നഗരസഭയിൽ LDF അല്ലേ എപ്പോഴും മുമ്പിൽ നിന്നിരുന്നത്. ആ നഗരസഭയിൽ 1,400 വോട്ട് LDF-ന് ലീഡ് കിട്ടിയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അവിടെയും തോറ്റുപോയി. നഗരസഭയിൽ തോറ്റുപോയി. പോത്തുകല്ല്, അതാണ് LDF-ന്റെ ഇയാളുടെ സ്വരാജിന്റെ സ്ഥലം എന്ന് പറയുന്നത്, അവിടെയും തോറ്റുപോയി. അപ്പോൾ പാർട്ടി പൊതുവെ പുറകോട്ട് പോയിരിക്കുകയാണ്. പാർട്ടിയുടെ വോട്ട് ഞാൻ പറഞ്ഞില്ലേ, 17,000 വോട്ട്, 16,000-നും 17,000-നും ഇടയ്ക്ക് വോട്ട് പാർട്ടിയുടേത് കുറഞ്ഞിട്ടുണ്ട്. അതാണ് നടക്കുന്നത്. UDF-ൻ്റെത് ഈ പറഞ്ഞ ഫാക്ടർ ഒക്കെ വന്നിരുന്നിട്ടും, അല്ലേ? അൻവറിൻ്റെ എതിർപ്പ്, ഇങ്ങനത്തെ പല എതിർപ്പ് പാർട്ടിയുടെ അകത്തുമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് പോലും 790 വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഭൂരിപക്ഷം കൂടിയിരിക്കുകയാണല്ലോ. ഈ അൻവർ വന്നിരിക്കുന്നതുകൊണ്ടാണല്ലോ ഈ കുറവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അൻവറിനെ കെട്ടിവെച്ച കാശ് കിട്ടുമെന്ന് തോന്നുന്നു. എങ്കിൽ അതൊരു വലിയ കാര്യമാണ്. കാരണം രണ്ട് മുന്നണികളും ചവിട്ടിയ
ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് കുറേ വോട്ടുകൾ കിട്ടും, ചിലപ്പോൾ 2ാം സ്ഥാനത്ത് വരാം എന്നൊക്കെ എന്നോട് ചില ആളുകൾ നിലമ്പൂരിൽ നിന്ന് പറഞ്ഞിരുന്നു. കുറച്ച് മുന്നേറ്റം അൻവറിനുണ്ട് എന്നുള്ള മട്ടിൽ നാട്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 17,000 വോട്ട് എന്നുള്ളത് 18,000 വോട്ട്, ഒട്ടും മോശമല്ല അത്. അതുകൊണ്ടാണല്ലോ അൻവറിൻ്റെ അവിടെയും ലഡ്ഡു വിതരണമൊക്കെ നടന്നത് വീട്ടിൽ. അപ്പോൾ ഇത് ഈ അൻവർ സാധാരണഗതിയിൽ പിടിക്കാൻ സാധ്യത എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ വോട്ട് പിടിച്ചിട്ടില്ലല്ലോ. മുസ്ലിം ലീഗ് ഒന്നാന്തരമായിട്ട് ഇത്തവണ അവിടെ മുസ്ലിം ലീഗിൻ്റെ പണം എടുത്തിട്ട് ചിലവാക്കിയിട്ടുണ്ട് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി. പിന്നെ ആര്യാടനെ ചൊല്ലി ഒരു തർക്കം വേണ്ട എന്ന് പറഞ്ഞിട്ട് ലീഗ് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി തന്നെ വാദിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതെ, സ്ഥാനാർത്ഥി ആകണം എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗ് പൈസയും എടുത്തു കൊടുത്തിട്ടുണ്ട് ഇത്തവണ ചിലവാക്കാനായിട്ട്. അപ്പോൾ ഈ പിണറായിസം എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊണ്ടുവന്നല്ലോ അൻവർ. അപ്പോൾ പിണറായി വിരുദ്ധ വോട്ടുകളാണ് ഈ 18,000 എന്ന് പറഞ്ഞ് പിടിച്ചിരിക്കുന്നത് അൻവർ. അപ്പോൾ പിണറായി വിരുദ്ധത എന്ന് പറയുന്ന ആ ഘടകം അൻവർ കൊണ്ടുവന്നത് അത് വർക്കൗട്ടായി. അത് പച്ച പിടിച്ചിട്ടുണ്ടത്. അതാണ് അത് അൻവർ പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യപ്പെടുത്താനും അയാൾക്ക് സാധിച്ചു അല്ലേ? സാധിച്ചിട്ടുണ്ട്. ജനം അത് വിശ്വസിച്ചിട്ടുമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലൊക്കെ ജയിച്ച ആളാണ്. അതിന്റെ സ്വാധീനവും കാര്യമൊക്കെ കാണും. പക്ഷെ അങ്ങനെയാണെങ്കിലും മറ്റേ ഇവര് പ്രവർത്തിക്കണമല്ലോ. അതെ അല്ലേ? പക്ഷെ ഇത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മുമ്പ് പിന്നെ BJP ക്രിസ്ത്യൻ വോട്ട് BJPക്ക് അങ്ങനെ പിടിക്കാനൊന്നും കാര്യമായി സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഈ 8,000 വോട്ട് വെച്ചിട്ട് കിട്ടിയത് അതായിരിക്കാം. അപ്പോൾ BJPയുടെ കുറെ പേര് ചിലപ്പോൾ ആര്യാടന് ഈ സ്വരാജിനോടുള്ളൊരു എതിർപ്പുണ്ടല്ലോ. MA BB ബ്രിട്ടാസ് സ്വരാജ് ഇവരെങ്ങനെയെങ്കിലും തോറ്റു കാണണം എന്ന് ആഗ്രഹിക്കുന്ന സംഖ്യകളൊക്കെ ധാരാളം ഉണ്ട്. അപ്പോൾ നിലമ്പൂർ ടൗണിൽ മറ്റേ UDF 1,500 വോട്ടിന് പിന്നിലായിരുന്നൊക്കെ ഇപ്പം ഇത്തവണ നികത്തി. നഗരസഭയിൽ ഇത്തവണ പോളിംഗ് 76% കഴിഞ്ഞ തവണത്തേക്കാൾ 4% കൂടി നഗരസഭയിൽ. എന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ട് ആളുകൾ വന്നിട്ട് കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് നഗരസഭയിൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് സ്വരാജ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സ്വരാജ് പറയുന്നത് ഞങ്ങൾ മറ്റേ പവർ കട്ട് ഇല്ലാതാക്കി എന്നിട്ട് ഞങ്ങൾ തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണവിരുദ്ധ വികാരമാണോ എന്നാണ് ചോദിക്കുന്നത്. അത് ആ കുണ്ടന്നൂർ പാലത്തിനെ പറ്റി ചോദിച്ചില്ലേ? ആ വിലയൊക്കെ ഉള്ളൂ. ആളുകൾ 3 ഷീല ദീക്ഷിത് 3 തവണ അല്ലേ ജയിച്ചിട്ട് പിന്നെ തോറ്റുപോയില്ലേ? സാർ ഇവിടെ ഇപ്പോൾ ഈ ആര്യാടൻ മുഹമ്മദ് അവിടെ 8 തവണ ജയിച്ച സ്ഥലമാണ്. പിന്നീട് ആര്യാടൻ ഷൗക്കത്ത് അവിടെ നഗരസഭയുടെ ചെയർമാനായിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ട് കഴിഞ്ഞ തവണയാണ് ആദ്യമായിട്ട് LDF നഗരസഭാ ഭരണം പിടിച്ചെടുത്തത്. അപ്പോൾ വീണ്ടും കോൺഗ്രസിലേക്ക് പോകുന്നു. അതായത് ലീഗിൻ്റെ പോലും സഹായമില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആ പഴയ തട്ടം ഞങ്ങൾ തിരിച്ചു പിടിക്കുന്നു എന്ന് തെളിയിക്കുകയല്ലേ അവർ ചെയ്തത്? അതാണ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ആളുകൾ സാധാരണഗതിയിൽ ചെയ്യുന്ന അൻവറിന് കിട്ടിയ വോട്ടും കൂടി ഈ ഷൗക്കത്തിന്റെ വോട്ടിൽ കൂടി കൂട്ടുന്നതായിട്ട് ചാനലില് എനിക്ക് മനസ്സിലായി. 25,000 വോട്ട് അതെങ്ങനെയാണ്? അത് പോയിന്റ് ഇല്ലല്ലോ അതിൻ്റെ അകത്ത്. അതിൽ നമ്മൾ കാണേണ്ടത് അൻവർ എന്ന് പറഞ്ഞ ഒരാളെ UDFൽ കയറ്റണ്ട എന്ന് പറഞ്ഞ് വാശി പിടിച്ച ഒരാളാണ് സതീശൻ. കയറ്റണം എന്ന് ഞാനും കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞാണെന്ന് രമേശ് ചെന്നിത്തല ഇന്നത്തെ പത്രസമ്മേളനത്തിലും പറഞ്ഞു. ഇനിയെങ്കിലും കയറ്റണം എന്നുള്ള മട്ടില് സതീശൻ അങ്ങനെ പറഞ്ഞല്ലോ. അൻവറിന് വേണ്ട എന്ന് വെച്ചിട്ടും ജയിച്ചില്ലേ കൂടുതൽ വോട്ടിനവിടെ? അങ്ങനെ പറച്ചിലുണ്ടായി. 5 ഇരട്ടി ഭൂരിപക്ഷത്തിന് കഴിഞ്ഞോണം കിട്ടിയതിനേക്കാൾ 5 ഇരട്ടി കൂടുതൽ വോട്ടിന് കിട്ടിയില്ലേ? അപ്പൊ അതുകൊണ്ട് അത് തെളിയിച്ചത് കൊണ്ട് ഇനിയും അൻവറിനെ എടുക്കണോ എന്നുള്ള കാര്യത്തിൽ തന്നെ വലിയ സംശയം ഇനിയും ഉണ്ടാവും. പക്ഷെ ഇപ്പൊ അൻവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ മത്സരിക്കുകയാണെങ്കിൽ അത് റിയാസിനെതിരെ ബേപ്പൂരിലായിരിക്കും എന്ന് പറയും. അതൊരു വെല്ലുവിളി പോലെയാണ് പറയുന്നത്. പക്ഷേ അൻവറിനെ അങ്ങനെ എഴുതി തള്ളാൻ കഴിയുന്ന ഒരാളല്ലെന്ന് അയാൾ സ്വയം തെളിയിച്ചു. ഇവിടെ ഇനി പ്രതിസന്ധിയിലാകുന്ന സതീശനും കൂടെ അല്ലേ? കോൺഗ്രസ് ജയിച്ചു, പക്ഷേ VD സതീശൻ എന്ന് പറയുന്ന നേതാവിന് കുറച്ച് പ്രതിസന്ധി സൃഷ്ടിക്കാൻ എന്തായാലും ഈ അൻവറിന് സാധിച്ചില്ലേ? ഇല്ല, ഈ സതീശനിസം ഇപ്പോൾ ഈ പറയുന്ന സംഗതി ഉണ്ടല്ലോ, അത് ഈ തുടർച്ചയായിട്ട് ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്നുണ്ട് കോൺഗ്രസ്. അൻവറിനെ വേണ്ടാന്ന് വെച്ചത് പോലും ചിലപ്പോൾ ഈ വിജയത്തിന് കാരണമായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് നിലപാടാണ്.
കാരണം മുസ്ലിം ലീഗിന്റെ വോട്ട് അൻവറിന് പോയിട്ടില്ലല്ലോ. ഇല്ല. അൻവറിന് പോകുന്ന വോട്ട് ഏതാണ്? LDF LDF. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 16,000 17,000 വോട്ട് മറ്റേ LDF കുറഞ്ഞിട്ടുണ്ട്. അൻവറിന് കിട്ടിയത് എത്രയാ? 18,000 അല്ലേ? അതിലെ ചങ്ക് എന്ന് പറയുന്നത് ഇല്ലേ, സിംഹഭാഗവും ഈ LDF നിന്ന് അദ്ദേഹത്തിന് 2 തവണയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടാണെന്ന് കരുതി കഴിഞ്ഞാൽ അത്രയല്ലേ അതിൻ്റെ അകത്ത് കഥയുള്ളൂ. ഭൂരിപക്ഷമായിട്ട് കമ്പയർ ചെയ്താൽ ഭൂരിപക്ഷം 11, അൻവർ 19 വോട്ട് പിടിച്ചു എന്ന് പറഞ്ഞാൽ 11ഉം 8 വോട്ട് എന്തായാലും LDF ജയിക്കാനുള്ള വോട്ട് ഉണ്ടായിരുന്നു അവിടെ, അല്ലേ? അതെ. അപ്പൊ അതുകൊണ്ട് ആ LDFൻ്റെത് എടുത്ത് മാറ്റി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു. അതെ. അപ്പൊ വഴിക്കടവ്, മൂത്തേടം, കരുളായി, അമരമ്പലം തുടങ്ങി പല സ്ഥലത്തും വോട്ട് UDF ഒരു സ്ഥലത്തും രക്ഷപ്പെട്ടില്ലല്ലോ. 1 2 ബൂത്തുകളിലോ 1 2 റൗണ്ട്, 3 റൗണ്ടുകളിലും 2 റൗണ്ടിലോ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ല, ഈ മുന്നിൽ നിന്നുള്ളൂ. അതെ, ഒന്ന് ചെറുതായിട്ടൊക്കെ ലീഡ് ഉണ്ടായതൊക്കെ. അപ്പോൾ ഒരുപാട് കാരണങ്ങൾ ഇങ്ങനെ പറയാം. ശ്രീരാമകൃഷ്ണൻ പിടിച്ച വോട്ടില്ലേ നേരത്തെ, അത് കിട്ടിയില്ല സ്വരാജിന്. P ശ്രീരാമകൃഷ്ണൻ അവിടെ പിടിച്ചിട്ടുള്ളത് കിട്ടിയില്ല. 2011 ആര്യാടൻ 5,600 വോട്ട് പിടിച്ചു. 1969 5,000 വോട്ട് ഭൂരിപക്ഷം. സത്യത്തിൽ ഇവിടുത്തെ ഇത്തവണത്തെ ഭൂരിപക്ഷം ഉണ്ടല്ലോ UDFൻ്റെ, ഈ 1969 2011 നോക്കുമ്പോൾ റെക്കോർഡാ UDFന് കിട്ടിയത്. അപ്പം നിലമ്പൂരിലത്തത് വലിയ വിജയമാണ്. അപ്പം ഞാൻ ഇന്ന് എഴുതിയത് എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ തൃപ്പൂണിത്തറക്കാരാണ് സ്വരാജിനെ ആദ്യം തോൽപ്പിച്ചത്. അപ്പം ഈ തോൽവി ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. ഒരു നേട്ടം കൂടെ കൈവരിച്ചിട്ടുണ്ട്. കാരണം ഈ 15ാമത്തെ നിയമസഭയിൽ ഒരേ സമയം, അതായത് ഒരു തെരഞ്ഞെടുപ്പിൽ, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ 2 മണ്ഡലത്തിൽ നിന്ന് തോറ്റ് ആദ്യത്തെ സ്ഥാനാർത്ഥിയായില്ലേ സ്വരാജ്? അതെ, അത് റെക്കോർഡല്ലേ? അതൊരു വലിയ റെക്കോർഡല്ലേ? വലിയ റെക്കോർഡാണ്, മറ്റാർക്കും കൈവരിക്കാൻ കഴിയാതെ. ഒരു തവണയും കൂടി തോറ്റ ഹാട്രിക്കും ആവും. സ്വരാജ് വെറുതെ ഇരുന്ന സ്വരാജ് ഈ തോൽവിയിലും റെക്കോർഡിലേക്ക് പോവുകയാണ്. മറ്റൊരു റെക്കോർഡുകളുണ്ട്. കാരണം ഒരേ പാർലമെന്റിന്റെ കാലത്ത്, നിയമസഭയുടെ കാലത്ത് 2 ജില്ലയിൽ പോയി മത്സരിച്ച് തോക്കാനും സാധിച്ചു. അങ്ങനെ സാധിച്ചു. പണ്ട് ഈ എവിടെ പോയാലും തോൽക്കുന്നു പറഞ്ഞിരുന്നത് MA ഷാനവാസിനെ പറ്റി ആയിരുന്നല്ലേ? എവിടെ നിന്നാലും തോറ്റുപോയിരുന്നു. അവസാനം വയനാട്ടിൽ പോയിട്ട് ഒന്ന് രക്ഷപ്പെട്ടത്. എത്രയോ കാലം കഴിഞ്ഞിട്ടല്ലേ? 5 6 തെരഞ്ഞെടുപ്പിൽ ചിറകീഴിലും മറ്റുമായിട്ട് മത്സരിച്ചിരുന്നില്ലേ? അപ്പൊ എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൃത്യമായ ചില സന്ദേശങ്ങൾ LDFനും UDFനും നൽകുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പാർട്ടിയുടെ കോർ വോട്ടില്ലേ, സഖാക്കളുടെ വോട്ട്, അണികളുടെ വോട്ട്, അതൊലിച്ചു പോകുന്നു എന്നുള്ള സ്ഥിരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലമ്പൂരിൽ സംഭവിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.